കഴിഞ്ഞ ദിവസങ്ങളൊരു അമ്മച്ചി, കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം ആയുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അവരുടെ മകൻ്റെ കല്യാണം പോയി. മകന് 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം പോയി. അവസാനത്തെ കല്യാണം ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഞാൻ ചോദിച്ചു, കല്യാണം എങ്ങനെയാണ് പോയത്? അത് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കല്യാണം പോയിരുന്നു. ആര് തമ്മിൽ? പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നിട്ട് പെണ്ണും ചെറുക്കനായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ കല്യാണം പോയി. അപ്പോൾ ഞാനോടത്ത് അതിനൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞു അതിനൊക്കെ പ്രശ്നം എന്താ? അപ്പോൾ അവൾ പറഞ്ഞേ, നിങ്ങൾ ഫ്രഞ്ച് താടി വെക്കണമെന്ന് പറഞ്ഞു തന്നു. നിങ്ങളെപ്പോലെ ഞാനും വാ പൊളിച്ച് സത്യം പറഞ്ഞ ഒരു പരിപാടി. ഫ്രഞ്ചാടി എന്നറിയാമല്ലോ പുളുക്കാൻ, ഈ സാധനം വെക്കണമെന്ന് പറഞ്ഞു അവൾ. പിന്നെ ശനിയാഴ്ച ഔട്ട് ഈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാമൊക്കെ പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് പ്രോഗ്രാം കൊടുക്കുകയുണ്ട്. ഇനി മെനു കൊടുക്കാൻ ഞാൻ ഭാഗ്യമായി. അപ്പോഴേ ഇപ്പം പറഞ്ഞ്, എനിക്കൊന്നും പറ്റാത്ത പരിപാടിയാണ്, എൻ്റെ മുഖത്തിന് ഇണങ്ങത്തില്ല. അത് വല്ല ലെനിൻ്റെ പോലെയൊക്കെ ഉണ്ട ഫേസ് ആണെങ്കിൽ ഒരു പുളുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതങ്ങനെയുള്ള പരന്ന ഫേസാണ്. അപ്പോൾ അത് പുളുക്കാൻ പറ്റത്തില്ല. അത് ശരിയാവാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഒറ്റ കാര്യം കൊണ്ട് അവൾ പറഞ്ഞ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ പരിപാടി, കല്യാണം കെട്ടുന്നത് താടി വെക്കാനാണ്. ആ രീതിയിലായി. പക്ഷേ അതാണ് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ. കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ കറക്റ്റല്ലേ? അതായത് നമ്മളുടെ അഭിരുചികൾ, അച്ഛൻ പറഞ്ഞില്ലേ, അഭിരുചികൾ നിസ്സാര കാര്യമല്ല. ഈ അഭിരുചികളുടെ മേൽ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത്.